ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാലയം ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഒക്കാബുലറി പോർഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇവയൊക്കെ ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള വിഭാഗങ്ങളാണ്. ആദ്യമായിട്ട് നമുക്ക് പ്രിപ്പോസിഷണൽ വെർബ്സിലേക്ക് പോകാം. അബ്സ്റ്റെയിൻ ഫ്രം എന്നാണ് വരുന്നത്. അക്യൂസ് ഓഫ് ആണ്. അഫ്രൈഡ് ഓഫ് അപ്പോൾ ഇങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുക. അബ്സ്റ്റെയിൻ ഫ്രം, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, അവെയർ ഓഫ്, അപ്ലൈ ഫോർ, അപ്പോയിൻറ്റ് ടു. അപ്പോൾ അബ്സ്റ്റെയിൻ ഫ്രം, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, അവെയർ ഓഫ്, അപ്ലൈ ഫോർ, അപ്പോയിൻറ്റ് ടു ഇങ്ങനെ പറഞ്ഞു പഠിക്കുക. അപ്രോപ്രിയേറ്റ് വന്നാൽ ടു, അസസ് ടു, അക്യുസ്റ്റംഡ് ടു, അക്സെപ്റ്റബിൾ ടു, അസ്റ്റോണിഷ്ഡ് ടു. അപ്രോപ്രിയേറ്റ് ടു, അസസ് ടു, അക്യുസ്റ്റംഡ് ടു, അക്സെപ്റ്റബിൾ ടു, അസ്റ്റോണിഷ്ഡ് ടു. ബിലീവ് വന്നാൽ ബിലീവ് ഇൻ എന്നേ പറയത്തുള്ളൂ. ബിലീവ് ഇൻ. അപ്പോൾ അബ്സ്റ്റെയിൻ ഫ്രം, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, അവെയർ ഓഫ്, അപ്ലൈ ഫോർ, അപ്പോയിൻറ്റ് ടു. അബ്സ്റ്റെയിൻ ഫ്രം, അക്യൂസ് ഓഫ്, അഫ്രൈഡ് ഓഫ്, അവെയർ ഓഫ്, അപ്ലൈ ഫോർ, അപ്പോയിൻറ്റ് ടു. അപ്രോപ്രിയേറ്റ് വന്നാൽ എന്തേ പറയത്തുള്ളൂ? അപ്രോപ്രിയേറ്റ് ടു എന്നേ പറയത്തുള്ളൂ. അസസ് ടു എന്നേ പറയത്തുള്ളൂ. അക്യുസ്റ്റംഡ് ടു, അക്സെപ്റ്റബിൾ വന്നാൽ അക്സെപ്റ്റബിൾ ടു എന്നാണ് പറയുന്നത്. അസ്റ്റോണിഷ്ഡ് ടു, ബിലീവ് ഇൻ എന്നേ പറയത്തുള്ളൂ. ബിലീവ് വന്നാൽ ഉടനെ ഇന്നേ പറയത്തുള്ളൂ. കുറച്ചും കൂടെ നോക്കാം. ബേസ്ഡ് വന്നാൽ ഓൺ ആണ് വരുന്നത്. ബേസ്ഡ് ഓൺ. ബിലോങ് വന്നാൽ ടു ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ആണ്. ബിലോങ് വന്നാൽ ടു ആണ്. ബ്ലൈൻഡ് വന്നാൽ എന്താ? ടു. അപ്പോൾ ബേസ്ഡ് വന്നാൽ ഓൺ, ബിലോങ് ടു. ബ്ലൈൻഡ് വന്നാൽ ടു. കൺഗ്രാജുലേറ്റ് ഓൺ ആണ്. ക്യാപ്പബിൾ ഓഫ് ആണ്. കോൺഫിഡൻറ്റ് ഓഫ്. ഇപ്പോൾ ക്യാപ്പബിൾ ഓഫ് എന്ന് കോൺഫിഡൻറ്റ് ഓഫ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്യാപ്പബിൾ ഓഫ്, കോൺഫിഡൻറ്റ് ഓഫ്. അപ്പോൾ ബേസ്ഡ് വന്നാൽ ഓണ്, ബിലോങ് വന്നാൽ ടു, ബ്ലൈൻഡ് ടു, കൺഗ്രാജുലേറ്റ് ഓൺ, ക്യാപ്പബിൾ ഓഫ് ആണ്. കോൺഫിഡൻറ്റ് വന്നാൽ ഓഫ്. അടുത്ത് കംപ്ലൈ വന്നാൽ എന്താ? കംപ്ലൈ വിത്ത്. കെയർ ഫോർ എപ്പോഴും കേൾക്കുന്നതാണ്. ക്യൂർ ഫോർ. കണ്ടംപ്റ്റ് വന്നാൽ എന്താ? ഫോർ ആണ്. കണ്ടംപ്റ്റ് വന്നാലും ഫോർ ആണ്. ക്യൂർ വന്നാൽ ഫോർ ആണ്. കെയർ വന്നാലും ഫോർ ആണ്. അപ്പോൾ കെയർ ഫോർ, ക്യൂർ ഫോർ, കണ്ടംപ്റ്റ് ഫോർ. ഡിപ്പെൻഡ് വന്നാൽ എന്താ? ഡിപ്പെൻഡ് ഓൺ എന്നാണ് പറയുന്നത്. ഡിപ്രൈവ് ഓഫ് ആണ്. അപ്പോൾ കംപ്ലൈ വിത്ത്, കെയർ ഫോർ ആണ്, ക്യൂർ ഫോർ ആണ്, കണ്ടംപ്റ്റ് ഫോർ ആണ്. കെയർ ഫോർ, ക്യൂർ ഫോർ, കണ്ടംപ്റ്റ് ഫോർ. ഡിപ്പെൻഡ് ഓൺ, കൺഗ്രാജുലേറ്റ് ഓൺ, ബേസ്ഡ് ഓൺ. അപ്പോൾ ഓൺ വരുന്ന ഭാഗങ്ങളാണ് ഡിപ്പെൻഡ് ഓൺ, ബേസ്ഡ് ഓൺ, കൺഗ്രാജുലേറ്റ് ഓൺ. ഡിപ്രൈവ് വന്നാൽ എന്താ? ഡിപ്രൈവ് ഓഫ്, ക്യാപ്പബിൾ ഓഫ്, കോൺഫിഡൻറ്റ് ഓഫ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇനി കുറച്ച് വൺ വേർഡ് പോർഷനിലോട്ട് പോകാം. ഓൺ ഹൂ വാണ്ടേഴ്സ് വിത്തൗട്ട് ഹോം, വാഗാബോണ്ട്. ഓൺ ഹൂ വാണ്ടേഴ്സ് വിത്തൗട്ട് ഹോം ആണ് വാഗാബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഓൺ ഹൂ വാണ്ടേഴ്സ് വിത്തൗട്ട് ഹോം, വീടില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എന്നുള്ള മീനിങ് ആണ് വാഗാബോണ്ട്. എ പേഴ്സൺ ഹൂ ലീവ്സ് ഇൻ എ ഫോറിൻ കൺട്രി, ഏലിയൻ. എ പേഴ്സൺ ഹൂ ലീവ്സ് ഇൻ എ ഫോറിൻ കൺട്രിയാണ് ഏലിയൻ. എ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ടു പാർട്ടീസ് ടു സെറ്റിൽ ഡിസ്പ്യൂട്ട് ആണ് ആർബിറ്ററേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ടു പാർട്ടീസ് ടു സെറ്റിൽ ഡിസ്പ്യൂട്ട്സിനെയാണ് ആർബിറ്ററേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ഹൂ വാണ്ടേഴ്സ് വിത്തൗട്ട് ഹോം, വാഗാബോണ്ട്. എ പേഴ്സൺ ഹൂ ലീവ്സ് ഇൻ എ ഫോറിൻ കൺട്രി, alien. A person who is appointed by two parties to settle dispute, arbitrator. A person who is appointed by two parties to settle disputes ആണ് arbitrator. A person who is trained in space flight, astronaut. A person who can speak two language, bilingual. A person who can speak two language, bilingual ആണ്. A person who can speak two languages, bilingual. A person who is trained in space flight, astronaut. അപ്പോൾ a person who is trained in space flight, astronaut. A person who can speak two language, bilingual.
എ പേഴ്സൺ ഹു ബ്രേക്ക് ഇൻ ടു എ ഹൗസ് ആണ് ബർഗ്ലർ. എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ് അതിനെ ബർഗ്ലർ എന്നാണ് പറയുന്നത്. അപ്പോൾ എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസിനെ പറയുന്ന പേരാണ് ബർഗ്ലർ. എ പേഴ്സൺ വിത്ത് ഗുഡ് ജഡ്ജ്മെൻറ്റ് ഓൺ മാറ്റേഴ്സ് അതാണ് കനോയ്സർ. അപ്പോൾ എ പേഴ്സൺ വിത്ത് ഗുഡ് ജഡ്ജ്മെൻറ്റ് ഓൺ മാറ്റേഴ്സ് ആണ് കനോയ്സർ. എ പേഴ്സൺ വിത്ത് ഗുഡ് ജഡ്ജ്മെൻറ്റ് ഓൺ മാറ്റേഴ്സ് കനോയ്സർ. അപ്പോൾ ഇനി ശ്രദ്ധിച്ച് പഠിക്കുക. എ പേഴ്സൺ ഹു ഈസ് ട്രെയിൻഡ് ഇൻ സ്പേസ് ഫ്ലൈറ്റ് ആസ്ട്രോണറ്റ്. എ പേഴ്സൺ who can speak two languages bilingual. A person who break into a house burglar. അപ്പോൾ എ പേഴ്സൺ ഹു ബ്രേക്സ് ഇൻ ടു എ ഹൗസ് ബർഗ്ലർ. എ പേഴ്സൺ വിത്ത് ഗുഡ് ജഡ്ജ്മെൻറ്റ് ഓൺ മാറ്റേഴ്സ് കനോയ്സർ. ഇനി നമുക്ക് കുറച്ച് വേർഡ്സും കൂടെ നോക്കാം. എ പേഴ്സൺ ഹു ബിലോങ്സ് ടു അനദർ കൺട്രി ഫോറിനർ. എ പേഴ്സൺ ഹു ബിലോങ്സ് ടു അനദർ കൺട്രി ഫോറിനർ എന്നാണ് പറയുന്നത്. അപ്പോൾ പേഴ്സൺ ഹു ബിലോങ്സ് ടു അനദർ കൺട്രി ഫോറിനർ. എ പേഴ്സൺ ഹു നോസ് എ ലോട്ട് അബൌട്ട് സബ്ജക്റ്റ് സ്കോളർ. എ പേഴ്സൺ ഹു നോസ് എ ലോട്ട് അബൌട്ട് എ സബ്ജക്റ്റ് ആണ് സ്കോളർ. അപ്പോൾ പേഴ്സൺ ഹു നോസ് എ ലോട്ട് അബൌട്ട് സബ്ജക്റ്റിന് എന്ത് പറയുന്നു? സ്കോളർ. അപ്പോൾ പേഴ്സൺ ഹു ബിലോങ്സ് ടു അനദർ കൺട്രിയാണ് ഫോറിനർ എന്നാണ് പറയുന്നത്. എ പേഴ്സൺ ഹു നോസ് എ ലോട്ട് അബൌട്ട് സബ്ജക്റ്റ് ആണ് സ്കോളർ. എ പേഴ്സൺ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് സ്പോക്സ്മാൻ. അപ്പോൾ പേഴ്സൺ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് അതിനെന്താ പറയുന്നത്? സ്പോക്സ്മാൻ എന്നാണ് പറയുന്നത്. എ പേഴ്സൺ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പാണ് സ്പോക്സ്മാൻ. ഇപ്പോൾ സ്പോക്സ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് സ്പോക്സ്മാൻ. എ പേഴ്സൺ ട്രെയിൻഡ് ഇൻ സ്പേസ് ഫ്ലൈറ്റ് ആണ് ടേക്ക് ഓൺ ഔട്ട്. എ പേഴ്സൺ ട്രെയിൻഡ് ഇൻ സ്പേസ് ഫ്ലൈറ്റ് ടേക്ക് ഓൺ ഔട്ട്. പേഴ്സൺ ട്രെയിൻഡ് ഇൻ സ്പേസ് ഫ്ലൈറ്റിനെയാണ് ടേക്ക് ഓൺ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എ പേഴ്സൺ ബിലോങ് ടു അനദർ കൺട്രിയെ നമ്മൾ എന്താ പറയുന്നത്? ഫോറിനർ എന്ന് പറയുന്നു. എ പേഴ്സൺ ഹു നോസ് എ ലോട്ട് അബൌട്ട് എ സബ്ജക്റ്റ് ആണ് സ്കോളർ എന്നാണ് പറയുന്നത്. എ പേഴ്സൺ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് ആണ് സ്പോക്സ്മാൻ. എ പേഴ്സൺ സ്പീക്കിംഗ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ് സ്പോക്സ്മാൻ ആണ്. എ പേഴ്സൺ ട്രെയിൻഡ് ഇൻ സ്പേസ് ഫ്ലൈറ്റ് ആണ് ടേക്ക് ഓൺ ഔട്ട്. അപ്പോൾ എ പേഴ്സൺ ട്രെയിൻഡ് ഇൻ സ്പേസ് ഫ്ലൈറ്റിനെ പറയുന്ന പേരാണ് ടേക്ക് ഓൺ ഔട്ട് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇഡിയംസിലോട്ട് പോവാം. ഇത് എപ്പോഴും PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറഞ്ഞാൽ എ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റ്. എ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻറ്റിനെയാണ് ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻ്റ് ആണ്. എ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. എ സ്റ്റോൺ ത്രോ എന്ന് പറഞ്ഞാൽ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ ക്ലിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ബീയിങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. അതാണ് എ ക്ലിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ക്ലിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ബീയിങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. ബീയിങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് അതാണ് ക്ലിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്നതിൻ്റെ ഇഡിയംസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ എ അൺഎക്സ്പെക്റ്റഡ് ഇൻസിഡൻ്റ് ആണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ. എ സ്റ്റോൺ ത്രോ അറ്റ് എ ഷോർട്ട് ഡിസ്റ്റൻസ്. എ ക്ലിപ്പ് ഓൺ യുവർ ഷോൾഡർ ബീയിങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ്. കുറച്ച് ഇഡിയംസും കൂടെ നോക്കാം നമുക്ക്. എ ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞാൽ ഓൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ്. അപ്പോൾ ആരാണോ ഓൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ് അതാണ് എ ഡൗട്ടിങ് തോമസ് എന്ന് പറയുന്നത്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എ വെരി മൈൽഡ് പണിഷ്മെൻറ്റിനെയാണ് സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. ആഡ് എ ഫ്യൂൽ ടു ഫയർ എന്ന് എപ്പോഴും കേൾക്കുന്നതാണത്. ടു വേഴ്സൺ എ സിറ്റുവേഷൻ. ടു വേഴ്സൺ എ സിറ്റുവേഷനെയാണ് ആഡ് ഫ്യൂൽ ടു ഫയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഡ് ഫ്യൂൽ ടു ഫയർ ടു വേഴ്സൺ എ സിറ്റുവേഷൻ. എ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു കനോട്ട് ബി ട്രസ്റ്റഡ്. അപ്പോൾ എ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ് എ പേഴ്സൺ ഹു കനോട്ട് ബി ട്രസ്റ്റഡ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. എ ഡൗട്ടിങ് തോമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓൺ ഹു ഡസ് നോട്ട് ബിലീവ് എനിത്തിങ് വിത്തൗട്ട് എവിഡൻസ് അതാണ് എ ഡൗട്ടിങ് തോമസ്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എന്താ? വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. എ സ്ലാപ്പ് ഓൺ ദ റിസ്റ്റ് എ വെരി മൈൽഡ് പണിഷ്മെൻറ്റ്. ആഡ് ഫ്യൂൽ ടു ഫയർ എ വേഴ്സൺ എ സിറ്റുവേഷൻ. ആഡ് ഫ്യൂൽ ടു ഫയർ to worsen a situation. A wolf in sheep's clothing, a person who cannot be trusted. A
പേഴ്സൺ ഹൂ കനോട്ട് ബി ട്രസ്റ്റഡ് ആണ് എ വൂൾഫ് ഇൻ ഷീപ്സ് ക്ലോത്തിങ്. എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ, അതാണ് എഗെയിൻസ്റ്റ് ദ ക്ലോക്ക്. അറ്റ് ഓൺസ് വിറ്റ്സ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് നോയിങ് വാട്ട് ടു ഡു. അറ്റ് ഓൺസ് വിറ്റ്സ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് നോയിങ് വാട്ട് ടു ഡു. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് ഇൻ അട്ടർ ഡിസോർഡർ. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ ഇൻ അട്ടർ ഡിസോർഡർ ആണ് അറ്റ് സിക്സസ് ആൻഡ് സെവൻസ്. അറ്റ് ദ 11th hour എന്ന് പറഞ്ഞാൽ എന്താ? ലാസ്റ്റ് മൊമെൻറ്റ്. അറ്റ് ദ 11th hour ലാസ്റ്റ് മൊമെൻറ്റ് എന്നാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ. എഗെയിൻസ്റ്റ് ദ ക്ലോക്ക് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ആണ്. അറ്റ് ഓൺസ് വിറ്റ്സ് ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ നോട്ട് നോയിങ് വാട്ട് ടു ഡു ആണ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ് എന്ന് പറഞ്ഞാൽ ഇൻ അട്ടർ ഡിസോർഡർ ആണ്. അറ്റ് സിക്സസ് ആൻഡ് സെവൻസ്. അറ്റ് ദ 11th hour എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൊമെൻറ്റ് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് കുറച്ച് കറക്റ്റ് സ്പെല്ലിങ്സിലോട്ട് പോവാം. മിക്കപ്പോഴും വരുന്നതാണ്, എന്നാലും നമുക്ക് അറിയാവുന്ന വാക്കാണെന്ന് കരുതുകയും പിന്നെ തെറ്റിപ്പോവാറും ചെയ്യുന്ന ഒരു പോർഷനാണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കുക. കറക്റ്റ് സ്പെല്ലിംഗ് അല്ല, അപ്പിയറൻസ് APPEARANCE. അപ്പിയറൻസിൻ്റെ സ്പെല്ലിംഗ് APPEARANCE ആണ്. APPEARANCE ആണ് അപ്പിയറൻസ്. അക്വേറിയം AQUARIUM ആണ് അക്വേറിയം. അക്വേറിയത്തിൻ്റെ സ്പെല്ലിംഗ് AQUARIUM ആണ്. ആർക്കിയോളജിസ്റ്റ് ARCHEOLOGIST. ആർക്കിയോളജിസ്റ്റ് ARCHEOLOGIST ആർക്കിയോളജിസ്റ്റ്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പിയറൻസ് APPEARANCE അപ്പിയറൻസ്. അക്വേറിയം AQUARIUM അക്വേറിയം. ആർക്കിയോളജിസ്റ്റ് ARCHEOLOGIST. ഇനി ആർഗ്യുമെൻ്റ് എന്ന വേർഡിൻ്റെ സ്പെല്ലിംഗ് നോക്കാം. ARGUMENT ആണ് ആർഗ്യുമെൻ്റ്. ARGUMENT. അസെൻറ്റ് ASCEND ആണ് അസെൻറ്റ്. ASCEND. ആർഗ്യുമെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ARGUMENT ആർഗ്യുമെൻറ്റ്. അസെൻറ്റ് ASCEND. അടുത്ത അസാസിനേറ്റ്. അസാസിനേറ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? ASSASSINATE ആണ്. അസാസിനേറ്റ് ASSASSINATE ആണ്. അപ്പോൾ മറന്നു പോകരുത്. അസാസിനേറ്റ് ASSASSINATE. അടുത്ത അസസ്മെൻറ്റ്. അസസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ASSESSMENT ആണ്. അസസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ASSESSMENT ആണ് അസസ്മെൻറ്റ്. അഷുറൻസ് ASSURANCE ആണ് അഷുറൻസ്. അഷുറൻസിൻ്റെ സ്പെല്ലിംഗ് ASSURANCE ആണ് അഷുറൻസ്. ASSURANCE അഷുറൻസ്. എത്തിയസ്റ്റ് ATHEIST ആണ് എത്തിയസ്റ്റ്. എത്തിയസ്റ്റിൻ്റെ സ്പെല്ലിംഗ് എന്താ? ATHEIST എത്തിയസ്റ്റ്. അപ്പോൾ അസാസിനേറ്റിൻ്റെ സ്പെല്ലിംഗ് ഒന്നും കൂടെ നോക്കാം. ASSINATE ആണ് അസാസിനേറ്റ്. അടുത്ത അസസ്മെൻറ്റിൻ്റെ സ്പെല്ലിംഗ് ASSESSMENT ആണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ്. അടുത്ത അഷുറൻസ് ASSURANCE ആണ് അഷുറൻസ്. അടുത്ത എത്തിയസ്റ്റ് ATHEIST ആണ് എത്തിയസ്റ്റ്. അടുത്ത അറ്റാച്ചബിൾ. അറ്റാച്ചബിളിൻ്റെ സ്പെല്ലിംഗ് എന്താ? ATTACHABLE ആണ് അറ്റാച്ചബിൾ. അറ്റാച്ചബിളിൻ്റെ സ്പെല്ലിംഗ് ATTACHABLE അറ്റാച്ചബിൾ. അടുത്ത വേർഡ് ആസ്പീഷ്യസ്. എങ്ങനെയാണ് സ്പെല്ലിംഗ് വരുന്നത്? AUSPICIOUS ആണ്. ആസ്പീഷ്യസിൻ്റെ സ്പെല്ലിംഗ് പറഞ്ഞു നോക്കിക്കേ. AUSPICIOUS ആണ് ആസ്പീഷ്യസ്. അടുത്ത ആതൻറ്റിക്. ആതൻറ്റിക്കിൻ്റെ സ്പെല്ലിംഗ് AUTHENTIC ആതൻറ്റിക് ആണ്. ആതൻറ്റിക് AUTHENTIC ആണ്. ആട്ടം AUTUMN ആണ്. AUTUMN ആട്ടം. AUTUMN ആണ് ആട്ടം. അപ്പോൾ ആസ്പീഷ്യസ് AUSPICIOUS ആസ്പീഷ്യസ്. authentic AUTHENTIC authentic. ആട്ടം AUTUMN. ഇനി എപ്പോഴും വരുന്ന വിഭാഗമായ ഫ്രേസൽ വെർബ്സിലോട്ട് നമുക്ക് പോവാം. കാൾ ബൈ ടു വിസിറ്റ് ബ്രീഫ്ലി. കാൾ ബൈ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് ബ്രീഫ്ലി ആണ് കാൾ ബൈ.
കാൾ ബൈ, ടു വിസിറ്റ് ബ്രീഫ്ലി. കാൾ ഫോർ, ഡിമാൻഡ്. കാൾ ഫോർ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് അല്ലെങ്കിൽ ടു റിക്വയർ എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ കാൾ ബൈ എന്താ, ടു വിസിറ്റ് ബ്രീഫ്ലി ആണ്. കാൾ ബൈയുടെ ഫ്രേസൽ വെർബാണ് ടു വിസിറ്റ് ബ്രീഫ്ലി. കാൾ ഫോർ ഡിമാൻഡ്, കാൾ ഫോർ ഡിമാൻഡ് ആണ്. കാൾ ഇൻ, സെൻഡ് ഫോർ. കാളിൻ എന്താ, സെൻഡ് ഫോർ ആണ്. കാളിൻ വന്നാൽ സെൻഡ് ഫോർ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. കാൾ അറ്റ് എന്നാൽ വിസിറ്റ് എ പ്ലേസ് ആണ് കാൾ അറ്റ്. അതേസമയം കാൾ ഓൺ വന്നാലോ വിസിറ്റ് എ പേഴ്സൺ ആണ്. അപ്പോൾ കാൾ അറ്റ് വരുന്നത് വിസിറ്റ് എ പ്ലേസിനാണ് കാൾ അറ്റ് വരുന്നത്. വിസിറ്റ് എ പ്ലേസ് ആണെങ്കിൽ കാൾ അറ്റേ വരത്തുള്ളൂ. വിസിറ്റ് എ പേഴ്സൺ ആണ് വരുന്നതെങ്കിൽ കാൾ ഓൺ ആണ് വരുന്നത്. അപ്പോൾ തിരിഞ്ഞു പോരുത്. കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ആണ്, കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ ആണ്. അപ്പോൾ കാൾ ബൈ ടു വിസിറ്റ് ബ്രീഫ്ലി ആണ്. കാൾ ബൈ എന്താ, ടു വിസിറ്റ് ബ്രീഫ്ലി ആണ്. കാൾ ഫോർ ഡിമാൻഡ്, കാൾ ഫോർ ഡിമാൻഡ് ആണ് വരുന്നത്. കാൾ ഇൻ എന്ന് പറഞ്ഞാൽ സെൻഡ് ഫോർ ആണ്. കാൾ ഇൻ വരുന്ന മീനിങ് സെൻഡ് ഫോർ എന്നുള്ള മീനിങ് വരുമ്പോഴാണ് കാൾ ഇൻ വരുന്നത്. വിസിറ്റ് എ പ്ലേസ് എന്നുള്ള മീനിങ് വരുമ്പോൾ കാൾ അറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വിസിറ്റ് എ പേഴ്സൺ എന്നുള്ള മീനിങ് വരുമ്പോൾ കാൾ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കുറച്ച് ഫ്രേസൽ വെർബ്സും കൂടെ നോക്കാം. കാൾ ഔട്ട്, ടു ക്രൈ എന്നുള്ള മീനിങ്ങിലാണ്, അല്ലെങ്കിൽ ഷൗട്ട് ഫോർ ഹെൽപ്പ്, അതാണ് കാൾ ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കാൾ ഔട്ട് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ്സ് വരുന്ന ഭാഗങ്ങളാണ് ടു ക്രൈ അല്ലെങ്കിൽ ഷൗട്ട് ഫോർ ഹെൽപ്പ് എന്നിങ്ങനെയുള്ള മീനിങ്സ് ഒക്കെ വരുമ്പോഴാണ് കാൾ ഔട്ട് പറയുന്നത്. അടുത്ത് അപ്പീൽ എന്നുള്ള മീനിങ് വരുന്നത് കാൾ അപ്പോൺ ആണ്. കാൾ അപ്പോണിനെ പറയുന്നതാണ് അപ്പീലാണ്. അപ്പീൽ എന്നൊക്കെ പറയുന്ന മീനിങ് വരുമ്പോൾ കാൾ അപ്പോൺ ഉപയോഗിക്കാറുണ്ട്. അടുത്ത് ക്യാരി ഓഫ്, ടു വിൻ ആണ്. ക്യാരി ഓഫ് എന്ന് പറഞ്ഞാൽ ടു വിൻ. ടു വിൻ എന്നുള്ള മീനിങ് വരുമ്പോൾ ക്യാരി ഓഫ് ആണ് ഉപയോഗിക്കുന്നത്. ക്യാരി ഓഫ് വരുമ്പോൾ ടു വിൻ എന്നുള്ള മീനിങ് ആണ്. കണ്ടിന്യൂ എന്നുള്ള മീനിങ് വരുന്നത് ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂ എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ ക്യാരി ഓൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടു വിൻ എന്നുള്ള മീനിങ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ക്യാരി ഓഫ് ആണ്. കണ്ടിന്യൂ എന്നുള്ള മീനിങ് വരുമ്പോൾ ക്യാരി ഓൺ കണ്ടിന്യൂ. ക്യാരി ഓൺ കണ്ടിന്യൂ ആണ്. അടുത്ത് ക്യാരി ഔട്ട്, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക് ആണ് ക്യാരി ഔട്ട്. അപ്പോൾ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക് അതാണ് ക്യാരി ഔട്ട്. ക്യാരി ഔട്ട് എന്ന് പറയുമ്പോൾ ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ക്യാരി ത്രൂ എന്ന് പറഞ്ഞാൽ ടു ഹെൽപ്പ് അല്ലെങ്കിൽ കംപ്ലീറ്റ്, ഫുൾഫിൽ എന്നൊക്കെയുള്ള മീനിങ് വരുമ്പോൾ ക്യാരി ത്രൂ. ക്യാരി ത്രൂ എന്ന് പറയുന്ന മീനിങ് വരുന്നത്, ക്യാരി ത്രൂ എന്ന് പറയുമ്പോൾ ടു ഹെൽപ്പ്, കംപ്ലീറ്റ്, ഫുൾഫിൽ, ടു ഹെൽപ്പ് ക്യാരി ത്രൂ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്യാരി ത്രൂ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ക്യാരി ഓഫ് ടു വിൻ ആണ്. അപ്പോൾ ടു വിൻ എന്നുള്ള മീനിങ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഫ്രേസൽ വെർബാണ് ക്യാരി ഓഫ്. കണ്ടിന്യൂ എന്നുള്ള മീനിങ് വരുമ്പോൾ ക്യാരി ഓൺ. ക്യാരി ഓൺ കണ്ടിന്യൂ ആണ്. ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക് ആണ് ക്യാരി ഔട്ട്. ക്യാരി ഔട്ട്, ഡു ആൻഡ് കംപ്ലീറ്റ് എ ടാസ്ക്. ടു ഹെൽപ്പ് അല്ലെങ്കിൽ കംപ്ലീറ്റ്, ഫുൾഫിൽ എന്നൊക്കെയുള്ള മീനിങ് വരുന്ന ഫ്രേസൽ വെർബാണ് ക്യാരി ത്രൂ. ക്യാരി ത്രൂ. ഇനി നമുക്ക് കുറച്ച് കളക്റ്റീവ് നൗൺസിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ കുറച്ച് കളക്റ്റീവ് നൗൺസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാലൻസ് ആയിട്ടാണ് ഈ പറയുന്നത്. കോളനി ഓഫ് ആൻസ്, എ സ്വാം ഓഫ് ബീസ്. കോളനി ഓഫ് ആൻസ്, എ സ്വാം ഓഫ് ബീസ്, സ്വാം ഓഫ് ഫ്ലൈസ്, ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്. ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് എന്നാണ് പറയുന്നത്. സ്കൂൾ ഓഫ് ഫിഷ്, സ്കൂൾ ഓഫ് ഫിഷ്. അപ്പോൾ എ കോളനി ഓഫ് ആൻസ്, സ്വാം ഓഫ് ബീസ്. സ്വാം ഓഫ് ബീസ് ആണ്. സ്വാം ഓഫ് ഫ്ലൈസ് എന്നും പറയാറുണ്ട്. ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ്, ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് എന്നാണ്. FLIGHT, ഫ്ലൈറ്റ് ഓഫ് ഇൻസെക്ട്സ് ആണ്. സ്കൂൾ ഓഫ് ഫിഷ്, ഫിഷസിന് മുന്നിൽ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് സ്കൂൾ ഓഫ് ഫിഷസ്. കുറച്ചും കൂടെ നമുക്ക് കളക്റ്റീവ് നൗൺസിലോട്ട് പോകാം. എ ഡെൻ ഓഫ് സ്നേക്സ്. സ്നേക്സിൻ്റെ മുന്നിൽ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് ഡെൻ ഓഫ് സ്നേക്സ് എന്നാണ് പറയുന്നത്. ജിഗിൾ ഓഫ് ഗേൾസ്. ഗേൾസിന് മുന്നിൽ ഉപയോഗിക്കുന്ന കളക്റ്റീവ് നൗണാണ് ജിഗിൾ ഓഫ് ഗേൾസ്. ജിഗിൾ ഓഫ് ഗേൾസ് എളുപ്പമാണ് പഠിക്കാൻ. ജിഗിൾ ഓഫ് ഗേൾസ്. ഡെൻ ഓഫ് സ്നേക്സ്. സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. സ്റ്റാക്ക് ഓഫ് ലൈബ്രറിയൻസ്. സ്റ്റാക്ക് ഓഫ് ലൈബ്രറിയൻസ്. ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. TROUPE ട്രൂപ്പാണ്. ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആണ്. ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഡെൻ ഓഫ് സ്നേക്ക്, ജിഗിൾ ഓഫ് ഗേൾസ്, ഡെൻ ഓഫ് സ്നേക്ക്, ജിഗിൾ ഓഫ് ഗേൾസ്, സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. സ്കൂപ്പ് ഓഫ് ജേർണലിസ്റ്റ്. സ്റ്റാക്ക് ഓഫ് ലൈബ്രറിയൻസ്. സ്റ്റാക്ക് ഓഫ് ലൈബ്രറിയൻസ്. എ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആണ്. എ ട്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ആണ്. എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.